വി.ഡി. സതീശൻ എക്കാലത്തും ഒറ്റയാനായിരുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നില്ല. ഏതെങ്കിലും ഒരു ഗോഡ് ഫാദർ വി.ഡി. സതീശൻ ഉണ്ടായിരുന്നില്ല. തൻ്റെ തന്നെ ഗ്രൂപ്പ്, താൻ തന്നെ ഗോഡ് ഫാദർ, ഇതായിരുന്നു സതീശൻ ലൈൻ. സാധാരണ രാഷ്ട്രീയത്തിൽ അതത്ര എളുപ്പമല്ല. കോൺഗ്രസിലാണെങ്കിലും CPM-ലാണെങ്കിലും നേതൃഗുണം കാണിച്ചാൽ മാത്രം പോരാ, ആ നേതൃഗുണം നിലനിർത്താൻ അനുയായികളെ സൃഷ്ടിച്ചെടുക്കണം. വി.ഡി. സതീശൻ അതിനും തുനിഞ്ഞിട്ടില്ല. തനിക്കെതിരായി എല്ലാ സാഹചര്യങ്ങളും രൂപപ്പെടുമ്പോഴും കൂസലില്ലാതെ വി.ഡി. സതീശൻ മുമ്പോട്ട് പോയിരുന്നത് തൻ്റെ മേൽ തനിക്കുള്ള ആത്മവിശ്വാസം കൊണ്ടാണ്. പക്ഷേ പലപ്പോഴും അവസാന നിമിഷം ആ നീക്കങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. കൊച്ചിൻ റിഫൈനേഴ്സിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥന്റെ മകനായി എറണാകുളം ജില്ലയിലെ നെട്ടൂരിലാണ് വി.ഡി. സതീശൻ ജനിക്കുന്നത്. സാധാരണ സ്കൂളിൽ പഠിക്കുന്നു. തേവര കോളേജിലും കളമശ്ശേരി സോഷ്യൽ സയൻസ് കോളേജിലും പഠിക്കുമ്പോൾ KSU പ്രവർത്തകനാകുന്നു. അവിടെയൊക്കെ സതീശൻ തൻ്റേതായ ഇടം സൃഷ്ടിച്ചു. ഏതെങ്കിലും പരമ്പരാഗത നേതാക്കളുടെ പിന്നാലെ പോയില്ല. അന്ന് കരുണാകരനും ആന്റണിയും കൊടികുത്തി വാഴുന്ന കാലമാണ്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് P.T. തോമസ് എന്ന ഉമ്മൻചാണ്ടിയുടെയും ആന്റണിയുടെയും വിശ്വസ്തനാണ്. പക്ഷെ സതീശൻ മാതൃകയായി സ്വീകരിച്ചത് തിരുത്തൽവാദി നേതാവായി പിന്നീട് അറിയപ്പെട്ട G. കാർത്തികേയനായിരുന്നു. കോൺഗ്രസിൽ ഒറ്റതിരിഞ്ഞ് നടന്ന നേതാവ് എന്നതായിരുന്നു G. കാർത്തികേയനിൽ സതീശൻ കണ്ട മേന്മ. G. കാർത്തികേയൻ പിന്നീട് കരുണാകരനോട് ഭിന്നിച്ച് തിരുത്തൽവാദിയായപ്പോൾ തിരുത്തൽവാദിയായി അറിയപ്പെടാൻ ആഗ്രഹിച്ചില്ലെങ്കിലും കാർത്തികേയനോടുള്ള ബന്ധം അവസാനിപ്പിച്ചില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ഗോഡ് ഫാദർ സതീശൻ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അത് കാർത്തികേയൻ മാത്രമായിരുന്നു. പക്ഷെ ആ ഗോഡ് ഫാദറിൻ്റെ രാഷ്ട്രീയ ജീവിതം നമുക്കറിയാം. അദ്ദേഹത്തിന് നിർണായകമായ പദവികളിൽ ഒന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. സ്പീക്കറും മന്ത്രിയുമായി എന്നത് വാസ്തവമാണെങ്കിലും കളമശ്ശേരി സോഷ്യൽ സയൻസ് കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തെരഞ്ഞെടുത്തപ്പോൾ അവിടെ KSUവിനാണ് മുൻതൂക്കം. തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അത്ഭുതമൊന്നുമില്ല. തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനെ മത്സരിക്കാൻ സഹായിച്ചത് കാർത്തികേയനായിരുന്നു. അങ്ങനെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ രണ്ടാമത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSUവിൻ്റെ സ്ഥാനാർത്ഥിയായി സതീശൻ എത്തുന്നു. 1986 ഈ സംഭവം. സതീശന് ആദ്യം കിട്ടുന്ന ഒരു പദവിയാണത്. പക്ഷേ ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ SFIക്കും KSCക്കുമാണ് സ്വാധീനം. നിലവിൽ SFIക്കാരനാണ് ചെയർമാൻ. ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ളത് KSC എന്ന കേരള കോൺഗ്രസിൻ്റെ നേതാവും. SFIയും KSCയും കഴിഞ്ഞാണ് ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ KSUവിന് കാലത്ത് സ്ഥാനമുള്ളത്. അത് വെറുതെ പറയുന്നില്ല. അതിനുശേഷം കാഞ്ഞിരപ്പള്ളി സെൻറ് തോമസ് കോളേജിൽ പഠിച്ചിരുന്ന ആളാണ് ഞാൻ. അവിടെ KSCJയും KSCMുമായിരുന്നു ഏറ്റവും വലിയ പാർട്ടികൾ. അത് കഴിഞ്ഞായിരുന്നു KSUവും SFIയും ഒക്കെ. കാർത്തികേയൻ അനുഗ്രഹാശിസുകളോടെ ഗാന്ധിജി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് കൃത്യമായി സതീശൻ അറിയാം. അതിന് കാരണം AI ഗ്രൂപ്പുകൾ ശക്തമാണ്. A ഗ്രൂപ്പുകാർ I ഗ്രൂപ്പിന് പാരപണിയും I ഗ്രൂപ്പുകാർ A ഗ്രൂപ്പിന് പാരപണിയും. അങ്ങനെയാണ് SFI ജയിച്ചു പോകുന്നത്. അതിബുദ്ധിവനായ സതീശൻ P.T. തോമസ് എന്ന തന്ത്രജ്ഞനെ കോട്ടയത്തെത്തിക്കുകയാണ്. സതീശൻ വിളിച്ചാൽ വരാത്തത് കൊണ്ട് അറിയപ്പെടുന്ന ചില നേതാക്കളെ കൊണ്ടാണ് ഈ നീക്കം നടത്തിയത്. P.T. തോമസ് ജനകീയനായ KSU നേതാവാണ്. P.T. തോമസ് എന്ന് പനി ബാധിച്ച് എണീറ്റ് നിൽക്കാൻ കഴിയാതെ കിടക്കുന്ന സമയമാണ്. എന്നിട്ടും P.T. കോട്ടയത്തെത്തുന്നു. വോട്ട് ചെയ്യാൻ P.T. ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. KSU കൗൺസിലർമാരെ 5 പേര് വീതം തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ വോട്ട് ചെയ്യാൻ വിടും. AI ഗ്രൂപ്പുകൾ മിക്സ് ചെയ്താണ് 5 പേരെ ഉണ്ടാക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ 3 Aക്കാരും 2 Iക്കാരും ആണെങ്കിൽ മറ്റേ ഗ്രൂപ്പിൽ 3 Iക്കാരും 2 Aക്കാരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എതിർത്ത് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഈ നീക്കത്തിൻ്റെ ഭാഗമായി സതീശൻ അന്ന് കിട്ടിയത് 61 വോട്ടുകൾ. ഇനിയാണ് അതിൻ്റെ ഏറ്റവും രസകരമായ കഥ. സതീശൻ തോൽപ്പിച്ചത് അക്കാലത്ത് ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും സൂപ്പർ സ്റ്റാറായി അറിയപ്പെട്ട SFI നേതാവ് ഗിരീഷ് S. നായർ എന്ന വാഴൂരുകാരൻ. ഗിരീഷ് S. നായർക്ക് കിട്ടിയത് 31 വോട്ട് മാത്രം. ഈ ഗിരീഷ് S. നായർ എൻ്റെ കൂടി നേതാവായിരുന്നു. ഞാൻ SFI പ്രവർത്തകനായിരുന്നപ്പോൾ ഞങ്ങളുടെ അനിഷേധ്യനായ നേതാവായിരുന്നു ഗിരീഷ് S. നായർ. എൻ്റെ സീനിയറായി കാഞ്ഞിരപ്പള്ളി സെൻറ് തോമസ് കോളേജിൽ പഠിച്ച ഗിരീഷ് S. നായർ അന്ന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കൗൺസിലറായി മത്സരിക്കുമ്പോൾ അന്ന് പോൾ ചെയ്ത വോട്ടുകളിൽ 85% നേടി. ഓർക്കണം, SFI അവിടെ ഒട്ടും പ്രസക്തമല്ല. SFI ആകെപ്പാടെ ജയിക്കുന്നത് കൗൺസിൽ സീറ്റിൽ മാത്രമാണ്. KSCJയും Mഉം KSUവുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി. എന്നാൽ കൗൺസിൽ സീറ്റിൽ ഗിരീഷ് S. നായർ ജയിച്ചു. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ കൗൺസിലർ അപ്പുക്കുട്ടൻ നായർ എന്ന മറ്റു പേരുള്ള ഒരു KSUക്കാരൻ. അദ്ദേഹവും ബഹുമുഖ പ്രതിഭയായിരുന്നു. കാഞ്ഞിരപ്പള്ളി സെൻറ് തോമസ് കോളേജ് പോലെ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധമുള്ള ഒരു കോളേജിലെ അച്ചായന്മാരുടെ മക്കളൊക്കെ വോട്ട് ചെയ്ത് ഗിരീഷ് S. നായർക്കാണ്. സുമുഖനായൊരു താടിക്കാരനാണ് ഗിരീഷ് S. നായർ. എപ്പോഴും ചിരിക്കും. സാധാരണ CPMകാരുടെ ഗൗരവം ആ മുഖത്തില്ല. അതിമനോഹരമായി പ്രസംഗിക്കും. ആ പ്രസംഗം കേൾക്കുന്നവർക്ക് ഗിരീഷിന് വോട്ട് ചെയ്യാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാനൊക്കെ ഗിരീഷിൻ്റെ ഫാനായിരുന്നു. കോട്ടയം ജില്ല തന്നെ CPMന് ബാല്യകേറമലയാണ്. അവിടെ തിളങ്ങി നിന്നിരുന്ന മറ്റൊരു നേതാവുണ്ടായിരുന്നു, സുരേഷ് കുറുപ്പ്.
സുരേഷ് കുറുപ്പ് മത്സരിക്കുന്നിടത്തൊക്കെ ജയിക്കുന്ന സാഹചര്യമാണ്. കോൺഗ്രസിലെ യുവതർക്കിയായിരുന്ന സാക്ഷാൽ രമേശ് ചെന്നിത്തലയെ തോൽപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയാളാണ് സുരേഷ് കുറുപ്പ്. ആ സുരേഷ് കുറുപ്പിന് പിൻഗാമിയായി ഗിരീഷ് എസ് നായരെ എല്ലാവരും വാഴ്ത്തി. ഗിരീഷ് എസ് നായർ ഭാവിയിൽ കേരള മുഖ്യമന്ത്രിയാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നവരാണ് അന്ന് ഗിരീഷിന്റെ അനുയായികൾ. ആ ഗിരീഷ് എസ് നായരെയാണ് സതീശൻ എന്ന ഇല്ലോളമില്ലാത്ത ചെറുക്കൻ, ആരും അറിയാത്ത എറണാകുളംകാരനായ പയ്യൻ വന്ന് പാതിയോളം വോട്ടുകൾക്ക് തോൽപ്പിച്ചോടിച്ചത്. വിശ്വസിക്കാൻ കഴിയില്ല. ആ തോൽവി ഗിരീഷ് എസ് നായർക്കുണ്ടാക്കിയ നഷ്ടം ചില്ലറയായിരുന്നില്ല. SFIയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള അവരുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ നഷ്ടപ്പെട്ടതിൻ്റെ ക്ഷീണം ഗിരീഷ് എസ് നായർക്ക് അനുഭവിക്കേണ്ടി വന്നു. ഇന്നേ വരെ ഗിരീഷ് എസ് നായർക്ക് ഒരു നിയമസഭാ സീറ്റ് പോലും കിട്ടിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഇപ്പോഴും മിടുക്കനായ, എവിടെ മത്സരിച്ചാലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഗിരീഷ് എസ് നായർക്ക് ഇതുവരെ CPMന്റെ കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗത്വം കിട്ടിയിട്ടില്ല. ചെറക്കടവ് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്. ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ഗിരീഷ് തോറ്റിട്ടേയില്ല, മത്സരിച്ചാൽ ജയിക്കും. ആകെ തോറ്റത് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കായിരുന്നു. ഗിരീഷിന് സീറ്റ് കൊടുത്താൽ ജയിക്കും എന്ന സാഹചര്യമുണ്ടായിട്ടും CPM പിന്നീട് കൊടുത്തില്ല. അങ്ങനെ ജയിച്ചുപോയ സുരേഷ് കുറുപ്പിനെ പിൽക്കാലത്ത് CPM വലിച്ച് നിലത്തടിച്ചതുപോലെ CPMന്റെ തനി സ്വഭാവമില്ലാത്തവരെ വേണ്ട എന്നവർ വയ്ക്കുന്നു. ഒരുപക്ഷെ VD സതീശൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാവുമ്പോൾ ഒട്ടും അത്ഭുതമില്ലാത്ത വാർത്ത കേൾക്കുന്ന ഒരാൾ ഗിരീഷ് എസ് നായർ തന്നെയാവും. ഓർക്കണം, സതീശൻ തോൽപ്പിച്ച ഗിരീഷ് രാഷ്ട്രീയ ജീവിതം തന്നെ ഏതാണ്ട് ശൂന്യമായി പോയി. സതീശനെ ജയിപ്പിച്ച തന്ത്രജ്ഞനായ PT തോമസിനെ മന്ത്രി പോലും ആവാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെയും AK ആന്റണിയുടെയും കരുണാകരൻ്റെയും ഒക്കെ സ്റ്റേച്ചറിലുള്ള ജനപ്രിയ നേതാവായിരുന്നു PT തോമസ്. പക്ഷേ ഒരിക്കൽ പോലും മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച വിടൂ. ഇതാണ് രാഷ്ട്രീയം. ഇനി VD സതീശനിലേക്ക് വീണ്ടും വന്നാൽ, സതീശൻ പിന്നീട് എല്ലാ നിർണായക ഘട്ടത്തിലും തള്ളപ്പെടുകയായിരുന്നു. ഗാന്ധിജി യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ ആയതോടെ സതീശൻ ഏറെ ശ്രദ്ധ നേടുന്നു. KSUവിൻ്റെ തെരഞ്ഞെടുപ്പ് വരികയാണ്. സംസ്ഥാന പ്രസിഡന്റായി സതീശൻ വരും എന്ന ചർച്ചയുണ്ടാവുന്നു. സതീശൻ ജനപ്രിയനാണ്. പക്ഷെ ദുരൂഹമായ കാരണങ്ങളാൽ ആ തെരഞ്ഞെടുപ്പ് പിറ്റേ വർഷത്തേക്ക് മാറുന്നു. അന്ന് സതീശന്റെ പേര് വെട്ടപ്പെടുന്നു. അന്ന് പ്രസിഡന്റായി വരുന്നത് സാക്ഷാൽ KC വേണുഗോപാൽ. ആ വേണുഗോപാലിനെയാണ് ഇന്ന് സതീശൻ തോൽപ്പിച്ചിരിക്കുന്നത്. പിന്നീട് ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ സതീശൻ നേരിട്ടിട്ടുണ്ട്. NSUവിൻ്റെ നേതാവായി സതീശൻ ഡൽഹിയിലേക്ക് പോകാനിരുന്നതാണ്. അവസാന നിമിഷം സതീശൻ്റെ പേര് വെട്ടുന്നു. വേണുഗോപാൽ പ്രസിഡന്റ് ആവുന്ന KSU പാനലിൽ സതീശന് ഭാരവാഹിത്വമുണ്ട് എന്ന് പറഞ്ഞെങ്കിലും അതും അവസാന നിമിഷം വെട്ടപ്പെട്ടു. അതിന് കാരണം എറണാകുളത്തെ കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന N വേണുഗോപാലിൻ്റെ ചരടുവലിയായിരുന്നു. പിന്നീട് സതീശനെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് 2006 ചില ഗൂഢാലോചനക്കാർ സതീശനെ കൊണ്ടുപോയി CPI കോട്ടയായ പരവൂരിൽ മത്സരിപ്പിക്കുന്നത്. പക്ഷെ നേരിയ വോട്ടുകൾക്ക് തോറ്റു. അവിടെ തന്നെ നിന്നു. സതീശന് സീറ്റ് നിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. സതീശൻ ജയിച്ച് കയറിക്കൊണ്ടിരുന്നു. 2006, 2011 കാലഘട്ടത്തിൽ സതീശൻ തോമസ് ഐസക്കിനെ തോൽപ്പിച്ച് സൂപ്പർ ഹീറോയാവുന്നു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ സതീശൻ മന്ത്രിയാകുമെന്ന് കണക്കാക്കപ്പെട്ടെങ്കിലും അവസാന നിമിഷം സതീശൻ്റെ പേര് മാത്രം വെട്ടുന്നു. സതീശൻ്റെ മാത്രമല്ല, TN പ്രതാപൻ്റെയും അന്ന് വെട്ടിയതാണ്. അതോടെ സതീശൻ തീർന്നു എന്നായിരുന്നു എല്ലാവരും കണക്കാക്കിയത്. പക്ഷേ 2021 സതീശനെ വെട്ടിയ വേണുഗോപാൽ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഇത്തരം വെട്ടലുകളുടെ അനുഭവം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ PT തോമസിൽ നിന്നും തന്ത്രം പഠിച്ച സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തുമ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ആ നീക്കങ്ങൾ തിരിച്ചറിയാൻ മുഖ്യമന്ത്രിയാവാൻ മോഹിച്ചിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കോ KC വേണുഗോപാലിനോ സാധിച്ചില്ല. 2024 പാർട്ടി നേതാക്കൾ, MLAമാർ, ഹൈക്കമാൻഡ്, രാഹുൽ ഗാന്ധി എല്ലാവരും എതിരായിട്ടും അസാധാരണ നീക്കങ്ങളുടെ സതീശൻ മുഖ്യമന്ത്രി കസേരയിലെത്തി. പ്രധാനപ്പെട്ട എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയ നേതാവാണ്. KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയോ പാർട്ടിയുടെ ഒരു പദവിയിലും എത്തിയിട്ടില്ല. എന്നിട്ടും സതീശൻ നേരെ മന്ത്രി പോലും ആവാതെ മുഖ്യമന്ത്രി കസേരയിൽ പടനയിച്ച് പടപൊരുതി വന്നിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു: കഠിന പ്രയത്നവും ഇച്ഛാശക്തിയുമുണ്ടെങ്കിൽ ഏതുന്നത പദവിയിലും എത്താൻ കഴിയുമെന്ന്. ശ്രീജിത്ത് പണിക്കർ എഴുതിയ 3 വരികളിലുള്ള കുറിപ്പ് ഇത്തരണത്തിൽ കേൾക്കേണ്ടതാണ്. ഓരോരുത്തർക്കും സംഭവിച്ചതിൽ ഓരോ പാഠമുണ്ട്. VD സതീശൻ: അയൽക്കാരെ ആവോളം സ്നേഹിക്കുക, ആപത്തിൽ സഹായിക്കുന്നത് അവരാകും. KC വേണുഗോപാൽ: വീട്ടുകാർ മൊത്തം ഒപ്പം നിന്നാലും അയൽക്കാർ ഒപ്പമില്ലെങ്കിൽ കാര്യമില്ല. രമേശ് ചെന്നിത്തല: അച്ചടക്കം ചിലപ്പോഴെങ്കിലും ഒരു ന്യൂനതയാണ്.